ദുബായ് എയർ ഷോയുടെ 19ാമത് എഡിഷന് പ്രൗഢഗംഭീരമായ തുടക്കം. $38 ബില്യൺ എമിറേറ്റ്സ് ബോയിംഗ് കരാറോടെയാണ് ആദ്യ ദിനം തുടങ്ങുന്നത്. 200-ലധികം അത്യാധുനിക വിമാനങ്ങളാണ് മേളയുടെ പ്രധാന ആകർഷണം. വിവരങ്ങൾ നൽകാനായി അക്ഷയ് പേരാവൂർ തത്സമയം ചേരുന്നുണ്ട്. അക്ഷയ്, ദുബായ് എയർ ഷോയുടെ 19ാമത് എഡിഷനാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. എങ്ങനെ വിലയിരുത്താം? അമൃത 19ാമത്തെ എഡിഷനാണ് ട്രേഡ് സെൻട്രലിൽ തുടക്കമായിരിക്കുന്നത്. 200-ലധികം അത്യാധുനിക വിമാനങ്ങളുടെ പ്രദർശനമാണ് ഏറ്റവും വലിയ മുഖ്യ ആകർഷണം. ആദ്യ ദിനം തന്നെ അമ്പരപ്പിക്കുന്ന ആകാശ പ്രകടനങ്ങളാണ് ഇത്തവണ ദുബൈയുടെ ആകാശത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഏതാണ്ട് 115-ലധികം രാജ്യങ്ങളിൽ നിന്നായി നിരവധി പ്രതിനിധികൾ, ഏതാണ്ട് 490-ലധികം സൈനിക അതുപോലെ തന്നെ സിവിലിയൻ പ്രതിനിധി സംഘങ്ങളാണ് ഇത്തവണ എത്തുന്നത്. അതുപോലെ തന്നെ 440-ലധികം കമ്പനികൾ ഇത്തവണ പങ്കെടുക്കുന്നു എന്നുള്ളതും ഒരു പ്രധാന ആകർഷണം തന്നെയാണ്. ആദ്യമായിട്ടാണ് ഇത്രയും കമ്പനികൾ പങ്കെടുക്കുന്നത്. $38 ബില്യൺ, ഏതാണ്ട് $3,800 കോടി കരാറിലാണ് ഇന്ന് ആദ്യ ദിനം തന്നെ എമിറേറ്റ്സും ബോയിങ്ങും ഒപ്പിട്ടിരിക്കുന്നത്. US-ന്റെ ഒരു വ്യോമയാന നിർമ്മാണ മേഖലയ്ക്ക് UAE നൽകുന്ന ഒരു പിന്തുണയുടെ എത്രത്തോളം പിന്തുണ നൽകുന്നു എന്നുള്ളതിൻ്റെ ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയും. കാരണം $38 ബില്യൺ എന്ന് പറയുന്നത് വലിയ തുകയാണ്. ഇരട്ട എഞ്ചിനുകളുള്ള ബോയിങ് 777-9 വിമാനങ്ങളാണ് ഇത്തവണ ഈ ഓർഡർ നൽകിയിരിക്കുന്നത്. അതുകൂടാതെ $3.7 ബില്യണിന്റെ സൈനിക കോൺട്രാക്റ്റുകൾക്ക് കൂടി UAE ഇത്തവണ ഒപ്പിട്ട് കഴിഞ്ഞു. ആദ്യ ദിനം തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ സൈനിക കോൺട്രാക്റ്റുകളും അതുപോലെ തന്നെ വ്യാപാര മേഖലയിൽ നിന്നുള്ള കോൺട്രാക്റ്റുകൾ അധികം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അമൃത. ശരി, അക്ഷയ് പേരാവൂറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.